പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സുമിത്രയാണ് കൺമണിയുടെ തിരോധാനത്തിന് പിന്നിൽ കളിച്ചത് എന്നുള്ള കാര്യം പുറത്തായതിനെ തുടർന്ന് കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ ബലരാമൻ. ഇതിൻ്റെ ഭാഗമായി ബലരാമൻ സുമിത്രയെ വീണ്ടും ചെന്ന് കാണുകയാണ്. സുമിത്രയോട് കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഇതിന് പിന്നിൽ കളിച്ചത് അമ്മയാണ് എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ ഇനിയെങ്കിലും പിന്മാറണം. കൺമണിയെ വെറുതെ വിടണം. കൺമണിക്ക് ഒന്നും തന്നെ സംഭവിക്കരുത്. ഇത് കേട്ടതിനെ തുടർന്ന് കൺമണി എൻ്റെ പക്കലില്ല. ഞാൻ നിന്നോട് ആ കാര്യം വ്യക്തമാക്കിയതാണ്. വീണ്ടും ഇതേ കാര്യം പറഞ്ഞ് നീ എന്നെ ശല്യം ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അമ്മ, നുണ പറയേണ്ട ആവശ്യമില്ല. കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എന്നെ കൊടുക്കുന്നതിനായുള്ള ശ്രമമാണ് അല്ലേ? ഞാനത് അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. ബലരാമ, നീ എന്നോട് ഒന്നും തന്നെ സംസാരിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നീ പറയുന്നത് കേൾക്കാനുള്ള ആളല്ല ഞാൻ. എനിക്ക് എൻ്റെതായ തീരുമാനമുണ്ട്. ഓ, അതും ശരിയാ. സ്വന്തം മകളെ പോലും കൊല്ലാൻ നോക്കിയവളാണല്ലോ. അപ്പോഴാണോ ഒരു കൺമണി? എന്തായാലും കൺമണിയെ ഞാൻ രക്ഷിക്കുക തന്നെ ചെയ്യും. അതെൻ്റെ വാശി തന്നെയാണ്. നീ എന്തൊക്കെ ചെയ്താലും അവളെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. കാരണം അവളെ കുടുക്കിയത് ഞാൻ തന്നെയാണ്. നീ എന്തായാലും നിന്റെ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോ. ഇതേ സമയം കൺമണി, ബലരാമൻ തന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ബലരാമൻ കൊല്ലുന്നതിനായി മുതിരുമെന്ന് ഞാനൊരിക്കലും കരുതുന്നില്ല എന്ന് മനസ്സിലോർക്കുകയാണ്. ഇതേ സമയം ഗുണ്ടകൾ, നിന്റെ സമയമായിട്ട് നിന്നെ ഇനി തീർക്കാൻ പോവുകയാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുകളിൽ നിന്ന് അതിനുള്ള ഓർഡറാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. നീ തീർന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. ബലരാമൻ സാറിൻ്റെ ഓർഡർ കിട്ടിക്കഴിഞ്ഞു. ഇതോടെ നിങ്ങളുടെ ബലരാമൻ ഇത്ര പേടിത്തൊറിയാണോ? അവൻ എന്തിനാണ് മറഞ്ഞിരിക്കുന്നത്? എന്നെ കൊല്ലണമെങ്കിൽ നേരിട്ട് വന്ന് കൊന്നുകൂടെ? അല്ലാതെ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത് വെറും വിരുദ്ധമാണ്. നീ കൂടുതൽ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല. നീ ഇവിടെ തീർന്നു. ആ കാര്യം നീ മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട, കേട്ടോടി എന്ന് പറഞ്ഞ് ഗുണ്ട അവിടെ നിന്ന് പോയിരിക്കുകയാണ്. ഇതേ സമയം ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാത്ത കൃഷാണെങ്കിൽ എന്തു ചെയ്യുമെന്നറിയാതെ പകച്ചു പോയിരിക്കുകയാണ്. ഇനിയും കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. വരുണിന് പോലും ഈ കാര്യത്തിൽ പങ്കില്ല എങ്കിൽ പിന്നെ ഒരാൾക്ക് മാത്രമാണ് ഇതിൽ പങ്കുണ്ടാവുക. അത് മറ്റാരുമല്ല, ബലരാമൻ. അവനറിയാതെ ഇനി കാര്യങ്ങൾ നടക്കുകയില്ല. ഇതോടെ കൃഷ് ബലരാമനെ തേടിയെത്തിയിരിക്കുകയാണ്. ബലരാമൻ കൃഷിന്റെ വരവ് കണ്ട്, ആ, ഞാൻ നിന്റെ വരവ് പ്രതീക്ഷിച്ചതാ. കൺമണിയെ അന്വേഷിച്ചല്ലേ നീ വരുന്നത്? ഇത് കേട്ടതിനെ തുടർന്ന്, എൻ്റെ കൺമണിയോടാ, എനിക്ക് അവൾ എവിടെയുണ്ട് എന്ന് അറിയണം. നിന്റെ കൺമണി സുരക്ഷിതമായ ഒരു സ്ഥലത്ത് തന്നെയുണ്ട്. യാതൊരു വിധത്തിലും നീ ആ കാര്യം ആലോചിച്ച് പേടിക്കണ്ട. അവൾക്ക് യാതൊരു പ്രശ്നവും ഇതുവരെയില്ല. പക്ഷേ ഇനിയാണ് അവളുടെ ജീവിതത്തിന് പ്രശ്നമുള്ളത്. ഇതോടെ നീ എന്താടാ അവളെ ചെയ്യാൻ പോകുന്നേ? കൊല്ലാൻ പോവുകയാണോ? എനിക്ക് സത്യങ്ങൾ അറിയണം. എൻ്റെ കൺമണിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരെയും ഞാൻ ബാക്കി വയ്ക്കുകയില്ല. കൃഷ്, ഞാൻ കൺമണിയെ തട്ടിക്കൊണ്ടുപോയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എനിക്ക് പോലും ആ കാര്യം അറിയാൻ ഇടയായത് മനോജ് എന്നോട് വന്ന് പറഞ്ഞപ്പോഴാണ്. നിനക്ക് സംശയമുണ്ട് എങ്കിൽ മനോജിനോട് ചോദിക്കാം. എനിക്ക് ഇതേപ്പറ്റി യാതൊരു അറിവുമില്ല എന്നതാണ് സത്യം.
പക്ഷേ എനിക്ക് കുറച്ച് ക്ലൂ ലഭിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണ് എന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നത്. ഇതോടെ എന്ത് ഇൻഫർമേഷനാണ് കയ്യിലുള്ളത്? അത് കൺമണിയെ കുറച്ച് ഗുണ്ടകൾ കൊട്ടേഷൻ നൽകിയതിനെ തുടർന്ന് തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. അവർ ഉള്ള സ്ഥലത്തെക്കുറിച്ചുള്ള വിവരവും ലൊക്കേഷനും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ വാ, അങ്ങോട്ട് പോകാം. അങ്ങനെ എടുത്തുചാടി പോകാൻ വരട്ടെ കൃഷ്. അവർ എത്രയാളുണ്ട്, എന്തിനാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം അറിയാതെ നമ്മൾ എടുത്തു ചാടുകയാണ് എങ്കിൽ വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും. അത് നമ്മുടെ ജീവനല്ല, ഒരുപക്ഷെ കൺമണിയുടെ ജീവനായിരിക്കും. അതുകൊണ്ട് തന്നെ അവരെ നേരിടാൻ ബുദ്ധിപൂർവമായി വേണം മുന്നോട്ട് നീങ്ങാൻ. ഇത് കേട്ടതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് ബലരാമൻ പറയുന്നത് അനുസരിക്കാൻ തയ്യാറാവുകയാണ് കൃഷ്. ഇതോടെ കൃഷും ബലരാമനും എത്തിയിരിക്കുകയാണ് ആ ഗുണ്ടകളുള്ള സ്ഥലത്തേക്ക്. അപ്രതീക്ഷിതമായ അവരുടെ കടന്നുവരവ് ഗുണ്ടകളെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ബലരാമനും കൃഷും ഗുണ്ടകളുമായി ഏറ്റുമുട്ടുകയാണ് കൺമണിയെ രക്ഷിക്കാൻ. കൃഷിനെ കണ്ടതിനെ തുടർന്ന് കൺമണിക്ക് വളരെയധികം സന്തോഷം ആവുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.